Good morning, students. Hope all are keeping well. How was the exam? All well written? Yes, let's hear the rest of the story. Owl said, I will frame the rules for you. Which is your starting point? This tree, said Hare. The finishing point, asked Owl. The first apple tree at that far end, said Tortoise. ഓട്ടമത്സരം തുടങ്ങുകയാണ്. ആരൊക്കെയാണ്? മുയലും ആമയും. അപ്പോൾ അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാണ്? മൂങ്ങയാണ്. അപ്പോൾ ഈ ഓട്ടമത്സരം തുടങ്ങുന്നത് എവിടെയാണ്? ദിസ് ട്രീ, മരം. ഹു സെഡ്? ഹെയർ. ഫിനിഷിംഗ് പോയിന്റ്, ആസ്ക്ഡ് ദി ഔൾ. ദ ഫസ്റ്റ് ആപ്പിൾ ട്രീ അറ്റ് ദാറ്റ് ഫാർ എൻഡ്, സെഡ് ടോർട്ടോയിസ്. ആമ പറഞ്ഞു, അവസാനിക്കുന്ന അറ്റത്തുള്ള ആദ്യത്തെ ആപ്പിൾ മരത്തിന് അടുത്ത. ഹെയർ, ഡസ് ദാറ്റ് സ്യൂട്ട് യു? ആസ്ക്ഡ് ഔൾ. ഈ സ്ഥലം നിനക്ക് ഇഷ്ടപ്പെട്ടോ? മൂങ്ങ ചോദിച്ചു. ഹെയർ നോഡഡ് ഹിസ് ഹെഡ്. ഹി ഹാഡ് നോട്ട് സീൻ ദി ആപ്പിൾ ട്രീ. ദിസ് ഡിഡ് നോട്ട് ബോദർ ഹിം. He would hope so fast that he would be there in the blink of an eye. ഓട്ടമത്സരം അവസാനിക്കുന്ന സ്ഥലം, the first apple tree at that far end. Here, does that suit you? നിനക്ക് ഇഷ്ടപ്പെട്ടോ? അവൾ ചോദിച്ചു. Here nodded his head. തലകുലുക്കി. മുയൽ തലകുലുക്കി. He had not seen the apple tree. പക്ഷെ അവൻ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല, ആപ്പിൾ മരത്തെ കാണുന്നുണ്ടായിരുന്നില്ല. This did not bother him. He would hope so fast that he would be there in the blink of an eye. എന്നാൽ മുയൽ ആപ്പിൾ മരം കണ്ടില്ല. ഇത് മുയൽ വകവെച്ചില്ല. അവൻ വളരെ വേഗത്തിൽ തനിക്ക് ഓടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. Are you sure you do not want to frame more rules? asked Owl. കൂടുതൽ നിയമങ്ങൾ രൂപപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? ആര് ചോദിച്ചു? മൂങ്ങ. Are you sure you do not want to frame more rules? No, said Hare. മുയൽ പറഞ്ഞു, വേണ്ട. Framing rules are a silly waste of time. നിയമങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അത് നമ്മുടെ സമയം കളയത്തേയുള്ളൂ. Who will be at the finishing line? ഫിനിഷിംഗ് ലൈനിൽ ആര് നിൽക്കും? My assistant and I, said Owl. എൻ്റെ അസിസ്റ്റൻറ്റും ഞാനും കാണും. ഓടി എത്തുന്ന ആ സ്ഥലത്ത് ആര് കാണും എന്നാണ് ഹെയറിൻ്റെ ചോദ്യം. അപ്പോൾ പറഞ്ഞു, എൻ്റെ അസിസ്റ്റൻറ്റും ഞാനും. ടോർട്ടോയിസ് ആൻഡ് ഹെയർ stood in a line next to the tree. അപ്പോഴവർ ഓട്ടം ആരംഭിക്കാനായിട്ട് ലൈനിൽ കയറി നിന്നു. ആരൊക്കെയാണ്? ആമയും മുയലും. റെഡി സ്റ്റഡി ഗോ, ഷൗട്ടഡ് ഔൾ. സ്റ്റാർട്ട്. ആര് പറഞ്ഞു? ഔൾ പറഞ്ഞു അല്ലേ? സ്റ്റാർട്ട് പറഞ്ഞു. Hare hopped away happily. He giggled Hare. Slow coach can never win a race against me. Giggled Hare. ഹെയർ ഹോപ്ഡ് എവേ ഹാപ്പിലി. വളരെ സന്തോഷത്തോടെ അത് കുതിച്ചു ചാടി ഓടുവാണ്, സന്തോഷത്തോടെ. സ്ലോ കോച്ച് ക്യാൻ നെവർ വിൻ എ റേസ് എഗൈൻസ്റ്റ് മീ. ഒരിക്കലും ഒരു സ്ലോ കോച്ചിന് എന്നെ ജയിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി ഓടുന്നത്. ഹാഫ് ആൻ അവർ ലേറ്റർ ഹെയർ റീച്ച്ഡ് എ സ്മാൾ പോണ്ട്. അരമണിക്കൂറിന് ശേഷം മുയൽ ഒരു ചെറിയ കുളത്തിൻ്റെ അടുക്കൽ എത്തി. ഹെയർ ഹാഡ് ടു ഗോ അറൗണ്ട് ദി പോണ്ട് ആസ് ഹീ കുഡ് നോട്ട് സ്വിം. മുയൽ എന്ത് ചെയ്തു? ആ കുളത്തിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. എങ്ങനെയാണ് ഇതൊന്ന് അക്കരെ കടക്കുന്നത് അല്ലേ? കുളം കടന്ന് അപ്പുറത്തെത്തുന്നത്. ഹെയർ ഹാഡ് ടു ഗോ അറൗണ്ട് ദി പോണ്ട് ആസ് ഹി കുഡ് നോട്ട് സ്വിം. കാരണം എന്തേ? അവന് നീന്തൽ അറിയില്ല.
Meanwhile, Tortoise was plodding slowly ahead. An hour later, the tortoise reached the pond. He slipped into the water happily and swam briskly ahead. കുറച്ച് ശേഷം ടോട്ടോയിസ്, നമ്മുടെ ആമയും എത്തി പോണ്ടിൻ്റെ അടുത്ത് അല്ലേ. ദ ടോട്ടോയിസ് വാസ് പ്ലോട്ടിംഗ് സ്ലോലി അഹെഡ്. ആമ പതുക്കെ മുന്നോട്ട് പോയി. 1 മണിക്കൂറിന് ശേഷമാണ് ആമ കുളത്തിൻ്റെ അടുത്തെത്തിയത്. ആമ സന്തോഷത്തോടെ മുന്നോട്ട് നീന്തി. An hour later, the tortoise reached the pond. He slipped into the water. Happily, വളരെ സന്തോഷത്തോടുകൂടി അവൻ അതിലേക്ക് സ്ലിപ്പ് ചെയ്തു. വാട്ടറിലെ പോണ്ടിലേക്ക് സ്ലിപ്പ് ചെയ്തു വീണു. എന്നിട്ട് എന്ത് ചെയ്തു? സന്തോഷത്തോടെ മുന്നോട്ട് നീന്തി. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കഥ കേൾക്കാം.